വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായിട്ട് ഏകകണ്ഠമായ പ്രമേയം അവതരിപ്പിച്ചത്. തെറ്റുകളില്ലാത്ത വോട്ടർ പട്ടിക, അതാണ് ജനാധിപത്യത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാജമായിട്ട് ആധാർ കാർഡ് നേടിയത്. ഇന്ത്യയിലെ അർഹരായിട്ടുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതോടൊപ്പം അനർഹരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. മരണപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട് എന്നുള്ള ആരോപണം കേരളത്തിൽ വ്യാപകമായി ഉയർന്നു വരാറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളില് പരേതാത്മാക്കൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ആരോപണം. നമസ്കാരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരായിക്കൊണ്ട് കേരള നിയമസഭ ഇന്ന് സംയുക്ത പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതേസമയം ഈ പ്രമേയത്തിനെതിരായിക്കൊണ്ട് BJP രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം തമ്മിലുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സംയുക്ത പ്രസ്താവന പുറത്തു കൊണ്ടുവന്നത് എന്നാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കോഴിക്കോട് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ CPIM-ഉം കോൺഗ്രസും എല്ലാം എതിർക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ പരേതാത്മാക്കൾ പോലും വോട്ട് ചെയ്യുന്നത് നിത്യസംഭവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് BJP സ്വാഗതം ചെയ്യുകയാണ്. അതിനെ എതിർക്കുക വഴി ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇത്തരത്തിൽ UDF-ഉം LDF-ഉം ചെയ്യുന്നത് എന്നാണ് BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള PK കൃഷ്ണദാസ് ഇന്ന് കോഴിക്കോട് വെച്ച് പറഞ്ഞത്. ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഭരണപക്ഷമായ LDF-ഉം മുഖ്യ പ്രതിപക്ഷമായ UDF-ഉം സംയുക്തമായി ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായിട്ട് ഏകകണ്ഠമായ പ്രമേയം അവതരിപ്പിച്ചത്. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും ഈ സംയുക്ത പ്രമേയം ദുരൂഹമാണ്, അതുപോലെ തന്നെ പ്രതിഷേധാർഹമാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ CPM എതിർക്കുന്നതും കോൺഗ്രസ് എതിർക്കുന്നതും ദുരൂഹമാണ്, അതോടൊപ്പം തന്നെ പ്രതിഷേധാർഹവുമാണ്. തെറ്റുകളില്ലാത്ത വോട്ടർ പട്ടിക, അതാണ് ജനാധിപത്യത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുക വഴി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർത്തുകൊണ്ടുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത പ്രമേയം. അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അർഹരായ മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം. പക്ഷെ അനർഹരായിട്ടുള്ള ആരും തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അനിവാര്യമായ ഘടകമാണ്. പക്ഷേ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാനും അതുവഴി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനും മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കാനുമാണ് ഈ പരിഷ്കരണത്തെ എതിർക്കുക വഴി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചെയ്യുന്നത്. ഇപ്പൊ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2014 മുമ്പ് ഏതാണ്ട് 62 കോടി ആധാർ കാർഡുകള് UPA ഗവൺമെന്റിന്റെ കാലത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. CAG ഉൾപ്പെടെയുള്ള നിഷ്പക്ഷമായ കമ്മീഷണർ റിപ്പോർട്ടിൽ ഇതിൽ
ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാജമായിട്ട് ആധാർ കാർഡ് നേടിയത്. ഇത് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കൃത്രിമമായിട്ട് ആധാർ കാർഡുകൾ സമ്പാദിക്കുക, അതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ കടന്നുകൂടുക, ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വോട്ടവകാശം എന്നുള്ളത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. പാകിസ്ഥാൻ പൗരന്മാർക്കും ബംഗ്ലാദേശി പൗരന്മാർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയില്ല. അതുകൊണ്ട് വിദേശികൾക്ക് ആർക്കും തന്നെ വോട്ടവകാശത്തിന് അധികാരമില്ലാത്തത് കൊണ്ട് വോട്ടർ പട്ടികയിൽ അവരെ പേര് വരുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ചുമതലയാണ്. ഇന്ത്യയിലെ അർഹരായിട്ടുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതോടൊപ്പം അനർഹരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിനെ സംയുക്ത പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിനെ എതിർക്കുക എന്നുള്ളത് കമ്മീഷന്റെ ഭരണഘടനാപരമായ അവകാശത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സംയുക്ത പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ട് എന്നുള്ള ആരോപണം കേരളത്തിൽ വ്യാപകമായി ഉയർന്നു വരാറുണ്ട്. കേരളത്തിലെ വടക്കൻ ജില്ലകൾ, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ജില്ലകളില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളില് പരേതാത്മാക്കൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ആരോപണം. അത് സത്യസന്ധവുമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം NGO യൂണിയനുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാര് മരണപ്പെട്ട അർഹതയില്ലാത്ത പലരെയും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും, അത് കണ്ണൂർ ജില്ല, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയില് മാർക്സിസ്റ്റ് പാർട്ടി ശക്തി കേന്ദ്രത്തിൽ 10 വർഷം മുമ്പ് പോലും മരണപ്പെട്ടവർ, പരേതാത്മാക്കൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് അവർ തിരിച്ചു പോയതായിട്ടാണ് രേഖകളിലുള്ളത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോ 48 വോട്ട് തോറ്റു. ആ മണ്ഡലത്തില് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. അനർഹരായ ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ, ഈ കൃത്രിമങ്ങളൊക്കെ ഇല്ലാതാക്കി പരേതാത്മാക്കളെയൊക്കെ വോട്ടർ പട്ടികയെ നീക്കം ചെയ്ത് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം അനിവാര്യമല്ലേ? പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പരേതാത്മാക്കൾക്ക് വോട്ടവകാശം നൽകണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ടായിരിക്കാം അവർ ശുദ്ധീകരണത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭയമുണ്ട്, കോൺഗ്രസിനും ഭയമുണ്ട്. ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് കേരള തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പാണ് കേരളം നടക്കുന്നതെങ്കിൽ, തങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടെത്തിയതിന്റെ തിരിച്ചറിവാണ് ഈ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണത്തെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസും, അവരും ഇതേ ഭയം അവരെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും കേന്ദ്രത്തിൽ ഒരു മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിലുമാണ് കോൺഗ്രസ് ഈ ശുദ്ധീകരണത്തെ എതിർക്കുന്നതും സംയുക്ത പ്രമേയത്തെ അനുകൂലിക്കുന്നതും.